നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഡീലിമിറ്റേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ DMK പരിഹസിച്ച് BJPയുടെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള തെലുങ്ക് ദേശം പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ നയങ്ങളൊക്കെ എങ്ങനെ മാറ്റം മറിഞ്ഞു? അതാണ് തെലുങ്ക് ദേശം പാർട്ടി DMKയോട് ചോദിക്കുന്നത്. DMKയുടെ രാഷ്ട്രീയ തനിനിറം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയെക്കുറിച്ച് മോശമായ പരാമർശം നടത്തിയതിന് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യം DMK അത് വൈരാഗ്യബുദ്ധിയോടെ തന്നെ കാണും. DMKയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അത്രയേറെ മികവാർന്ന ഭരണമാണ് അവർ കാഴ്ചവെച്ചതെന്നാണ് സ്വയം വിലയിരുത്തുന്നത്. എന്നാൽ തമിഴ് ജനത തമിഴക വെട്രിക്കഴകത്തിനെ വിജയിപ്പിച്ച DMK ഒരു മൂലക്കിരുത്തി. അന്നു മുതൽ മകനും പിതാവും ഒക്കെ അസ്വസ്ഥരാണ്. സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും തങ്ങളുടെ വലിയ നെറ്റ്വർക്ക് കണക്ഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഭയത്താൽ വിറങ്ങലിച്ചിരിക്കുകയാണ്. DMKയെ സംബന്ധിച്ചിടത്തോളം കുടുംബാധിപത്യം തന്നെയാണ് അവരുടെ മെയിൻ സോഴ്സ്. എന്നാൽ വിജയ് അങ്ങനെയല്ല, കുടുംബാധിപത്യ പാർട്ടി എന്ന രീതിയിലല്ല. തമിഴക വെട്രിക്കഴകത്തിലെ ജനപ്രതിനിധികളെ തന്നെ നോക്കൂ. സാധാ നിലയിൽ നിന്നും വളർന്നു വന്ന നിരവധിയായ പ്രവർത്തകരുണ്ട്. അതിൽ തന്നെ സന്നദ്ധ മനോഭാവമുള്ള നിരവധി ആളുകൾ അതിനകത്ത് MLA-മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. DMK നേതാക്കളുടെ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് ഭേദം. രണ്ടാം UPA സർക്കാരിനെ ചുഴറ്റിയെറിഞ്ഞതിന് പ്രധാന കാരണം DMKയുടെ നേതൃത്വത്തിലുള്ള 2G സ്പെക്ട്രം അഴിമതി തന്നെയാണ്. അതിലൂടെ ഈ രാജ്യത്ത് നടത്തിയ കാട്ടുകൊള്ള എത്രത്തോളം ഭയാനകമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അന്ന് ടെലികോം മന്ത്രിയായിരുന്ന ദയാനിധിമാരൻ ഉൾപ്പെടെയുള്ളവർ ഏതൊക്കെ രീതിയിലാണ് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതും ആരും മറന്നിട്ടൊന്നുമില്ല. ഡീലിമിറ്റേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് DMKയെ പരിഹസിക്കാൻ TDP മുതിരുന്നത്. DMKയുടെ നീക്കം എന്താണ്? 39 ലോക്സഭാ സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്. ബീഹാറിലാകട്ടെ 40. എന്നാൽ ബീഹാറിലും തമിഴ്നാട്ടിലും ഏകദേശം തുല്യമായ ലോക്സഭാ സീറ്റുണ്ടെങ്കിലും ബീഹാറിലെ ജനസംഖ്യ 11 കോടിയാണ്. തമിഴ്നാട്ടിലിത് 8 കോടിക്ക് അടുത്ത് മാത്രം. ഈ 8 കോടി ജനസംഖ്യ ഉള്ളിടത്ത് ഡീലിമിറ്റേഷൻ നടപടികൾ വന്നാൽ ലോക്സഭാ സീറ്റുകൾ ഗണ്യമായി കുറയും എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ ലോക്സഭാ സീറ്റ് കുറയാതിരുന്നാലും മതി, മൊത്തത്തിൽ ലോക്സഭാ സീറ്റുകൾ കൂടിയാലും തങ്ങളുടെ സീറ്റുകൾ കുറഞ്ഞില്ലെങ്കിൽ DMK കേന്ദ്രത്തിൽ BJPയെ പിന്തുണയ്ക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇനി DMKയ്ക്ക് ഒരു ലോക്സഭാ സീറ്റെങ്കിലും ജയിക്കണമെങ്കിൽ പെടാപ്പാടുപെടും. കാരണം തമിഴക വെട്രിക്കഴകം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് BJPയുടെ വർഗീയ മുന്നണി, അത് ADMKയുമായി സഖ്യത്തിലാണ്. ഇവിടെ DMKയ്ക്ക് സ്പേസ് ഇല്ല. കാരണം DMKയുടെ മതേതര വോട്ടുകൾ പരിപൂർണമായി തമിഴക വെട്രിക്കഴകം പിടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. തമിഴക വെട്രിക്കഴകം ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിന് അടുക്കയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. തമിഴ്നാട് പോലൊരു വലിയ സംസ്ഥാനത്ത് തമിഴക വെട്രിക്കഴകം ഇത്രയും മാസ് വിജയം നേടിയിട്ടുണ്ടെങ്കിൽ ലോക്സഭയിലെ കാര്യം പിന്നെ പ്രത്യേകം പറയണം. കോൺഗ്രസ് ആണെങ്കിൽ തമിഴക വെട്രിക്കഴകവുമായുള്ള സഖ്യം നേരത്തെ തന്നെ ഫിക്സ് ചെയ്യുകയും ചെയ്തു. ഇതാണ് DMKയെ ഏറെ അസ്വസ്ഥരാക്കുന്നത്.